ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തോ വലിയൊരു കുഴപ്പം ഈ രേഷ്മയിലുണ്ടനു. വിഷ്ണുവേട്ടൻ എന്നെ ചതിച്ചു പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ നമുക്കിവിടെ 2 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടാലോ മാഡം? അങ്ങനെ നിർത്തിയ രേഷ്മ കുറ്റം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. പക്ഷെ കാര്യങ്ങൾ അറിയാൻ അവൾ അറിയാതെ ഒരാൾ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എല്ലാം മനസ്സിൽ കണക്ക് കൂട്ടി ഉറപ്പിച്ച മട്ടാണല്ലേ? ഇതുവരെ നമ്മളെല്ലാം ഈശ്വരന് വിട്ടുകൊടുത്തതല്ലേ, ഇതും അങ്ങനെ വിട്ടുകൊടുക്കാം. എല്ലാം സർവേശ്വരൻ തീരുമാനിക്കട്ടെ. എന്ത് കിടപ്പാടായി കിടക്കുന്ന കണ്ടിട്ട് ചങ്ക് പൊട്ടു. 2 വാക്കെങ്കിലും പറയടാ, ഇല്ലെങ്കിൽ ആ കൈയെടുത്തൊരടിയെങ്കിലും താ. ആണായി പറഞ്ഞവനാന്നൊക്കെ ഏത് സമയത്തും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനല്ലേ നീ, ശിവോഹം. എന്നിട്ടാണോടാ നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്നേ? പറ, എപ്പോഴാടാ നമുക്കൊന്ന് ചുറ്റാൻ പോകേണ്ടത്? പറയടാ. നിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോകുമ്പോ ഞാൻ കാണുന്നത് ചുറ്റുപാടല്ല, ഈ ലോകം തന്നെയാ. നീ എനിക്ക് മാത്രമായിട്ട് നേടിത്തന്ന ഈ വലിയ ലോകം. ഇതില് വേറെ ആരുമില്ല, നമ്മൾ 2 പേരും മാത്രം. പരസ്പരം വഴക്കടിച്ചും സ്നേഹിച്ചും സ്നേഹം പങ്കിട്ടും നമ്മളിങ്ങനെ ജീവിക്കും. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ജീവിക്കും. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയടാ ശിവ. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് രേഷ്മയൊന്ന് കാണണം. അതിന് അവളിവിടെ ഇല്ലല്ലോ മാഡം, ചരക്കെടുക്കാനായി മധുരയ്ക്ക് പോയിരിക്കുക. ഇത് അവള് പറഞ്ഞു ഏൽപ്പിച്ചതാണോ അതോ അവളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം ഉണ്ടാക്കിയ കഥയോ? മക്കള് കാണിക്കുന്നതിനൊക്കെ നല്ലതിനായാലും ചീത്തയ്ക്കായാലും കള്ളം പറഞ്ഞു കൂട്ടുനിൽക്കുന്ന പ്രകൃതം എനിക്ക് പണ്ടേ ഇല്ല മാഡം. മാഡത്തിന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി. സാധാരണ മധുരയിൽ തുണിയെടുക്കാൻ പോയ എത്ര ദിവസം കഴിഞ്ഞാ വരുന്നത്? അങ്ങനെ കൃത്യമായിട്ടൊരു ഡേറ്റ് ഒന്നും പറയാനാവില്ല. തുണി എടുക്കുന്നതിൽ എന്തെങ്കിലും താമസം വന്നാ പറയുന്ന ദിവസമൊന്നും വരാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഈ പോക്ക് ഇനിയും വൈകാനാണ് സാധ്യത. അവിടെ നിന്നും അവർ മുംബൈക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വിളിച്ചിട്ട് ആളെ കിട്ടുന്നില്ല. നിങ്ങൾ വിളിക്കുമ്പോഴും ഇങ്ങനൊക്കെ തന്നെയാണോ? അതെ, വൈകിട്ടൊക്കെ ഒന്ന് വിളിച്ചു നോക്കിയാ ചിലപ്പോ കിട്ടിയേക്കും. ഞാൻ മിക്കവാറും വിളിക്കുന്നത് ആ സമയത്താ. അനു, ആ നമ്പറിലേക്ക് ഒന്ന് ട്രൈ ചെയ്യേ, ചിലപ്പോ കിട്ടിയാലോ. ശരി മാഡം. കിട്ടുന്നില്ല അല്ലേ? ഇല്ല. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹലോ മാഡം. ആ പ്രസാദ്. മാഡം പറഞ്ഞോളൂ. ഞങ്ങളിപ്പോ രേഷ്മയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത്. മധുരയിൽ തുണി എടുക്കാൻ പോയിരിക്കുന്നെന്നാണ് രേഷ്മയുടെ അച്ഛൻ പറയുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് മുംബൈക്ക് പോകുമെന്നും പറയുന്നു. ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് രേഷ്മയുടെ ഫോണിലെ കോൾ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കണം. അവൾ എപ്പോഴൊക്കെ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും വ്യക്തമായി മനസ്സിലാക്കണം. ഈ തമിഴ്നാട് ബന്ധം തുണിക്കച്ചവടത്തിന് മാത്രമായിട്ടുള്ളതാണോ എന്നും പരിശോധിക്കണം. ശരി മാഡം.
മൊത്തത്തിലൊരു ഫുൾ ജാതക കുറിപ്പ് ഞാൻ എടുക്കാം. ശരി, അതിനുശേഷം വിളിക്കാം. ഓക്കെ മാഡം. രേഷ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മാഡം. എന്തോ വലിയൊരു കുഴപ്പം ഈ രേഷ്മയിലുണ്ടെനു. വിഷ്ണുവേട്ടൻ എന്നെ ചതിച്ചു പോകുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ നമുക്കിവിടെ 2 പോലീസുകാരെ ഡ്യൂട്ടി കിട്ടാലോ മാഡം? അങ്ങനെ നിർത്തിയാ രേഷ്മ കുറ്റം ചെയ്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. പക്ഷെ കാര്യങ്ങൾ അറിയാൻ അവൾ അറിയാതെ ഒരാൾ നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അത് പോലീസ് ആയിരിക്കരുത്. അങ്ങനെ ആരെങ്കിലും മാഡത്തിന്റെ മനസ്സിലുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. അവനാകുമ്പോ അതിന്റെ പാകത്തിന് നിന്ന് കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട് ചെയ്തോളൂ. കണ്ണു തുറന്നിട്ടില്ല, എന്നെ കണ്ടിട്ടുമില്ല. പക്ഷെ നിന്റെ സാന്നിധ്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ഉറപ്പാ. എന്നാലും ആ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നാളത്തെ ഒരു ദിവസവും കൂടി കഴിഞ്ഞാ അവൻ നമ്മുടെ പഴയ ശിവനാ. അടങ്ങി ഒതുങ്ങി ഇപ്പോഴാ കൈ കിട്ടിയെന്നങ്ങ് വിചാരിച്ചാ മതി. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാകാം. ഇത്ര ഇരുട്ടിയില്ലേ, ഇനിയിപ്പോ ഒറ്റയ്ക്ക് പോണ്ട. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാനവിടെ ചെല്ലുമ്പോ എനിക്ക് കിട്ടുന്ന എന്റെ അപ്പന്റെ സഹോദരന്റെ സ്വീകരണം മറ്റാരും കാണണ്ട. നിന്നെ മാത്രം ഓർത്താ നിന്റെ അപ്പനെ ആങ്ങളെ ഞാൻ വെറുതെ വിടുന്നത്. പക്ഷെ അവരെന്നെ വെറുതെ വിടുന്നില്ലല്ലോ. അത് പിന്നെ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ കാണില്ലേ? മക്കളെ വളർത്തുമ്പോ ഏതൊരു അച്ഛനും അമ്മയും കാണുന്നൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിനനുസരിച്ച് അവര് വന്നില്ലെങ്കിൽ അവര് വയലന്റ് ആവും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അങ്ങനെയൊന്നും അല്ല. ഒരു തരം അടിച്ചേൽപ്പിക്കല, പട്ടാളച്ചിട്ട. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സ്വപ്നങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എനിക്ക് ആ വീട് ജയില്, കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ സ്ഥലവും മാത്രം തരുന്ന സ്വസ്ഥതയില്ലാത്തൊരു ജയില്.